ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇത് ഹോസ്പിറ്റലിലെ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോഴും ഡിസ്ചാർജ് ആയിട്ടില്ല, ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് തന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നതും കേട്ടോ. അപ്പോൾ രാവിലെ ഒരു തരത്തിലൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ കസേരയിൽ എന്നെ ഇരുത്തിയിട്ട് എന്നെ ബ്രഷ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാൻ അമ്മയുണ്ട്. ഒപ്പം രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കാൻ തനു ഉണ്ട് കേട്ടോ. ഞാൻ പലതവണ പറഞ്ഞായിരുന്നു, സർജറി അല്ല എൻ്റെ പേടി, എനിക്ക് തനുവിനെ ഓർത്തിട്ടാണെന്ന്. പക്ഷേങ്കിൽ തനു പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് മനസ്സിലായി എനിക്കെന്തോ വയ്യാന്ന്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് തന്നെ അങ്ങനെ ആയിരുന്നാൽ മതി എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെ തനുവിനെ പിന്നെ അമ്മ ബ്രഷ് ചെയ്യിപ്പിക്കാൻ പോയി. ആ സമയത്ത് പിന്നെ ഞാനും പോയി ഒന്ന് ഫ്രഷായി വന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, ദിനുവാണ് എന്നെ ഫ്രഷ് ആക്കുന്നതും എല്ലാ കാര്യങ്ങളും. ടു ഇസഡ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ദിനുവാണ്. അതിന് വേണ്ട ഹെൽപ്പുകൾ അമ്മയും കൂടെ ചെയ്തു തരും കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കൊക്കെ. അങ്ങനെ ഞാനെല്ലാം ഫ്രഷായി അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു റൗണ്ട്സിന്. ഡോക്ടർ വന്നപ്പോൾ ഇരിക്കുന്നതിൻ്റെ ഡോക്ടർ വിശേഷങ്ങളെല്ലാം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, നല്ല ഡോക്ടറാണോ, ഹോസ്പിറ്റൽ എങ്ങനെയുണ്ട്, സർജറി പറഞ്ഞിട്ടുണ്ട്, പേടിയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല, ഭയങ്കര പെയിനാണെന്നൊക്കെ പറഞ്ഞിട്ട്. സർജറി പറഞ്ഞ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം കേട്ടോ. എൻ്റെ ഒപ്പീനിയൻ അത് തന്നെയാണ്. എത്ര കാലം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ വേദന സഹിച്ച് മുന്നോട്ട് പോവുക, ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യുമ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡോക്ടറുടെ അടുത്ത് തന്നെ ചെയ്യണം, പ്രത്യേകിച്ച് സ്പൈൻ സർജറിയൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഡോക്ടറുടെ അടുത്ത് തന്നെ ചെയ്യാമെന്ന് വെച്ചതും. ഡോക്ടറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടറായിട്ട് ശരിക്കും നമ്മൾ കാണണ്ട, നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഡോക്ടർ. നമുക്ക് എന്ത് ഡൗട്ടും ചോദിക്കാം, എല്ലാം ഡോക്ടർ നമുക്ക് ക്ലിയറായിട്ട് പറഞ്ഞു തരും. ഒരു ജാടയില്ലാത്തൊരു മനുഷ്യനാട്ടോ, അങ്ങനെ വേണം പറയാനായിട്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഇടപെടലും കാര്യങ്ങളും. ഡോക്ടർ ശരിക്കും നമുക്കൊരു ധൈര്യം തന്നെ തരും കേട്ടോ. ഒത്തിരി ഏജ്ഡായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ വന്ന് സർജറി ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരെ ഞാൻ കണ്ടു. അപ്പോൾ അവർക്ക് വരെ ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഡോക്ടറെ അടുത്ത് ആ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് തന്നെ വലിയ കാര്യമല്ലേ. കാരണം സാധാരണ എല്ലാവരും പ്രായമായി കഴിയുമ്പം റിക്കവറിയൊക്കെ ഭയങ്കര ലേറ്റാവും, ചെയ്യേണ്ടെന്നൊക്കെ പറയും. പക്ഷേങ്കിൽ ഡോക്ടറെ അടുത്ത് വന്ന് ചെയ്യാൻ അവർക്ക് ആ ഒരു ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഡോക്ടർ അത്ര സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറെല്ലാം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദിനുവിൻ്റെ അടുത്ത് എന്നെ കമ്മലും മാലയും മാത്രം ഒന്ന് എടുത്തിടിപ്പിക്കാനോ, കാര്യം ആകെപ്പാടെ ഒരു രോഗിയുടെ ലക്ഷണത്തിലിരിക്കുകയല്ലേ. അപ്പോൾ അത് മാത്രം ഒന്ന് ഇടിയിപ്പിക്കാൻ പറഞ്ഞപ്പം അതൊക്കെ എന്നെ ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇതാ കൊട്ടാരക്കരയിൽ നിന്ന് മാമിയും മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഉഷാമ്മയുടെ നാത്തൂനും മകനുമാണ് കേട്ടോ, അതായത് ദിനുവിൻ്റെ അമ്മായിയും അനിയനുമാണ്. അപ്പോൾ അവർ വന്നു. അവരുടെ അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ അവിടെ കുറച്ച് നേരം കൂടി ഇരുന്നു. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് മാക്സിമം ടൈം നടക്കാനാണ്. നടക്കുക, ഇരിക്കുക, കിടക്കുക, 3 കാര്യങ്ങളും മാറി മാറി ചെയ്യുക. എപ്പോഴും മൂവ്മെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. പറ്റുന്ന പോലെയൊക്കെ എഴുന്നേറ്റ് നടന്നാൽ മാത്രമേ നമ്മുടെ ആ പെയിനൊക്കെ കുറഞ്ഞ് ആ മസിൽസൊക്കെ ഒന്ന് ലൂസായി നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും എനിക്ക് ദിനുവിൻ്റെ ഹെൽപ്പില്ലാതെ എഴുന്നേക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. പക്ഷേ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെയിലി കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ബെറ്റർ ആവും. 1 മാസത്തിനുള്ളിൽ എല്ലാം ഓക്കെ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ വീണ്ടും ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുകയാണ് കേട്ടോ. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് ടോയ്ലറ്റിൽ പോകേണ്ട സമയത്ത് എഴുന്നേറ്റ് പോയല്ലേ പറ്റുള്ളൂ. യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കത്തീറ്റർ ഇട്ടിട്ടുണ്ട്, പിന്നെ ഡ്രെയിനും പോകാനായിട്ടുള്ള ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് വേണം നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാനായിട്ട്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പക്ഷെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ. നമുക്ക് ജീവിതകാലം മൊത്തം അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു പരിഹാരമാണല്ലോ കുറച്ച് നാളത്തെ ഈ ഒരു വേദന എന്ന് വിചാരിക്കുമ്പം നമ്മളതൊക്കെ തരണം ചെയ്ത് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഇതാ ഞാൻ പതുക്കെ ദിനുവിൻ്റെ ഹെൽപ്പോടുകൂടി നടക്കുകയാണ് കേട്ടോ. എഴുന്നേക്കാനും കിടക്കാനും ഇരിക്കാനും എന്തിനേറെ പറയുന്നു, ഒന്ന് ചെരിയണമെങ്കിൽ പോലും ദിനു പിടിക്കണമായിരുന്നു. ആ ഒരു സാഹചര്യമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഴയതിലും നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഞാനിപ്പോൾ മുന്നിൽ കാണുന്നത്. അത് പോസിറ്റീവായിട്ട് കണ്ട് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. കാര്യം നമുക്കിത് തരണം ചെയ്തേ പറ്റുള്ളൂ. 2 മക്കളുടെ കാര്യങ്ങൾ നോക്കണം, അവരെ വളർത്തണം. നമുക്കെന്നും അമ്മമാരെ ബുദ്ധിമുട്ടിക്കാൻ, അല്ലെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ
പറ്റത്തില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും ഫാസ്റ്റായിട്ട് ഇത് റിക്കവർ ആയേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയൊക്കെ എല്ലാം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. പാത്തു പിന്നെ ഉണ്ടല്ലോ ലേറ്റായിട്ട് എഴുന്നേൽക്കത്തുള്ളൂ. കാര്യം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളോളെ വിളിക്കത്തില്ല, രാവിലെ ലേറ്റായിട്ട് എണീറ്റാൽ മതി എന്നും പറഞ്ഞിട്ട്. പിന്നെ തനുവിനാണെങ്കിൽ ചെറിയൊരു ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾക്കുള്ള മരുന്നൊക്കെ ഇതിന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇതാ ചേട്ടനും പ്രശാന്തി ചേട്ടനും ദീപ ചേച്ചിയും പ്രശാന്തി ചേട്ടൻ്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വന്നില്ലായിരുന്നു, അപ്പോൾ അവിടുന്ന് അവർ രണ്ടുപേരും കൂടെ വന്നതാണ്. അപ്പോൾ വന്ന കൂട്ടത്തിൽ ഇതാ പ്രശാന്തേൻ്റെ അമ്മയും കൂടെ വരുന്നെന്നും പറഞ്ഞ് അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട ഉടനെ പാത്ത് ഓടിപ്പോയി രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നിട്ട്. അങ്ങനെയാണല്ലോ നമുക്ക് ചില സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരുമല്ലോ. അങ്ങനെ ചേച്ചിയും ചേട്ടനും വന്നപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്ന് കരഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ഓക്കെ ആയി കേട്ടോ. കാര്യം രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടേ എനിക്ക് ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ചില ദിവസങ്ങൾ അങ്ങനെയാണെന്ന്. പക്ഷെ പിന്നെ പെട്ടെന്ന് അങ്ങ് ശരിയായി. അത് കഴിഞ്ഞ് പിന്നെ ഇതാ പാത്തുവിന് പിന്നെ ഹാപ്പിയായി കേട്ടോ. ദീപാമ്മ പ്രശാനും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇരുന്നു. അപ്പോഴേക്കും തനു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തനു ഇവരെ കണ്ട് ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ കണ്ടതല്ലേ, പിന്നെ പെട്ടെന്ന് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ ആകെപ്പാടെ രണ്ടുപേരെയും മാറിയും തിരിഞ്ഞും ഒക്കെ നോക്കുകയായിരുന്നു കേട്ടോ. പാത്തൂനാണെങ്കിലും അതെ, തനുവിനാണെങ്കിലും അതെ, ഇവർ രണ്ടുപേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ് കേട്ടോ. അത് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. കണ്ടില്ലേ, ഈ ഒരു കൊഞ്ചലും കാര്യങ്ങളും ഒക്കെയാണ് പാത്തുവിന് ദീപാമ്മയെ കണ്ടു കഴിയുമ്പോൾ. പിന്നെ എനിക്കാണെങ്കിലും ഇപ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ദീപാമ്മ വന്നപ്പോഴേ എൻ്റെ മുടി കെട്ടിത്തരാമോ, എനിക്കത് ചെയ്തു തരാമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പുറകിൽ നടക്കുമായിരുന്നു. അതിനപ്പുറം എന്നാണ് തനു കേട്ടോ. തനുവിന് പ്രശാന്തിനെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ തന്നെത്താൻ ഓരോ പേരൊക്കെ ഇട്ടാട്ടോ വിളിക്കുന്നത്. അപ്പോൾ അവരെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ അവളിങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ കട്ടിലിൽ തന്നെ കിടക്കുമായിരുന്നേ. ഇടയ്ക്കൊക്കെ എഴുന്നേക്കും, അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങ് കിടക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും അമ്മയും കൂടെ അങ്ങ് പോയി. ദീപചേച്ചി ഇവിടെ നിന്നു. ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പിറ്റേ ദിവസമേ പോകുന്നുള്ളെന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് ബ്ലഡ് HP കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ നല്ലോണം ശ്രദ്ധിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനാറൊക്കെ അമ്മ പൊളിച്ച് തരും. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുടിയൊക്കെ ചീകി കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. ദീപചേച്ചി അത്യാവശ്യം നല്ല പോലെ മുടി പൊഴിയുന്നുണ്ട്. ആശ ചേച്ചി വന്നപ്പോഴും അതിങ്ങനെ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി മുടിയാണ് എനിക്ക് പൊഴിഞ്ഞു പോകുന്നത്. ഇതൊക്കെ ശരിയാകും, പതുക്കെ പതുക്കെ അതൊക്കെ ഓക്കെ ആയി വരും. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ പാത്തു തനുവിനെ കൊണ്ട് നടന്ന് ഉറക്കുകയാണ് കേട്ടോ. ചേച്ചി എടുത്താൽ മതി നമുക്ക് വാശി, ചേച്ചി ഉറക്കിയാൽ മതിയെന്ന്. അങ്ങനെ ഇതാ പാത്തു കൊണ്ട് നടക്കുകയാണ് അനിയത്തിയെ. അങ്ങനെ കുറേ നേരം അവൾ കൊണ്ട് നടന്നിട്ട് പിന്നെ അവൾ ഉറങ്ങാതെ പിന്നെ എഴുന്നേറ്റ് പോയി കേട്ടോ. അതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ.